ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ പുറത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. സോ അതിൻ്റെ അഡീഷണൽ സൗണ്ട് എഫക്റ്റ് കയറി വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇഗ്നോർ ചെയ്യാം. നമ്മളെല്ലാവരും 5G വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അങ്ങനെ സ്ട്രോങ് ന്യൂസ് അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. ഈ ഡേറ്റ് മുതൽ 5G വരുമെന്ന് അങ്ങനെയൊന്നും വന്നിട്ടില്ല. പക്ഷേ ഈയിടെ നടന്ന നമ്മുടെ ജിയോൻ്റെ AGM ഉണ്ട്. AGM എന്ന് പറയുകയാണെങ്കിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് ഉണ്ട്. ഈ ഒരു മീറ്റിങ്ങിൽ മിസ്റ്റർ മുകേഷ് അംബാനി റിലയൻസിൻ്റെ ഫ്യൂച്ചർ പ്ലാനുകൾ നമ്മളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്തു. ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ അദ്ദേഹം ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷേ ഞാൻ മെയിൻലി 2 പോയിൻറ്റ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ആണ് നമ്മുടെ ജിയോൻ്റെ പുതിയ ഫോൺ. സോ പുതിയൊരു ഫോൺ വരുന്നുണ്ട്. മുകേഷ് അംബാനി പറയുന്നതനുസരിച്ച് വേൾഡ്സ് മോസ്റ്റ് അഫോർഡബിൾ സ്മാർട്ട് ഫോൺ ആയിരിക്കും, 4G സ്മാർട്ട് ഫോൺ ആയിരിക്കും ഈ ഒരു വരാൻ പോകുന്ന ജിയോ ഫോൺ നെക്സ്റ്റ്. അതിനോടൊപ്പം തന്നെ ജിയോൻ്റെ 5Gൻ്റെ സൈഡിൽ നിന്നും ഗുഡ് ന്യൂസ് ഒക്കെ വരുന്നുണ്ട്, 5G നെറ്റ്വർക്കിൻ്റെ സൈഡിൽ നിന്ന്. സോ ഈ 2 ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഫസ്റ്റ് നമുക്ക് ജിയോ ഫോണിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. സോ ജിയോൻ്റെ നെക്സ്റ്റ് വരാൻ പോകുന്ന ഫോണിൻ്റെ പേരാണ് ജിയോ ഫോൺ നെക്സ്റ്റ്. സോ എന്തായാലും എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പേര് തന്നെയാണ് ജിയോ ഫോൺ നെക്സ്റ്റ്. ജിയോ ഫോൺ 1 ഉണ്ടായിരുന്നു, പിന്നെ ജിയോ ഫോൺ 2 വന്നു. പക്ഷേ ഈ 2 ഫോൺസും ഫീച്ചർ ഫോൺസ് ആയിരുന്നു. അതായത് ഈ ബട്ടണൊക്കെ ഉള്ള ഫോണായിരുന്നു, ചെറിയ ഡിസ്പ്ലേ ഒക്കെ, നോർമൽ ഫീച്ചർ ഫോൺസ് ആയിരുന്നു. പക്ഷേ വരാൻ പോകുന്ന ജിയോ ഫോൺ നെക്സ്റ്റ് ഒരു ഫീച്ചർ ഫോൺ അല്ല, ഒരു കംപ്ലീറ്റ് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ആയിരിക്കും. ജിയോ ഫോൺ 1ലും 2ലും ഉള്ളതുപോലത്തെ ബട്ടൺസ് ഒന്നും ഇതിലുണ്ടാവില്ല. ഇതിൽ ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ഉണ്ടാവും, ഫുൾ സ്ക്രീൻ ടച്ച് ഡിസ്പ്ലേ. അതിനോടൊപ്പം തന്നെ ഇതൊരു ആൻഡ്രോയിഡ് ഫോൺ ആയിരിക്കും. ഇതുവരെ വന്നിട്ടുള്ള റിലയൻസ് ജിയോ ഫോൺസിൽ KaiOS ആയിരുന്നു. ഇതിൽ ആൻഡ്രോയിഡ് ഗോ OS ആയിരിക്കും, ആൻഡ്രോയിഡ് ഗോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പക്ഷേ എക്സാക്ട്ലി ആൻഡ്രോയിഡ് ഗോ അല്ല. ഈ ഒരു ഫോണിന് വേണ്ടി മോഡിഫൈ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഓപ്റ്റിമൈസ് ചെയ്തിരിക്കുന്ന ഒരു ആൻഡ്രോയിഡ് ഗോ ആയിരിക്കും ഇതിൽ വരാൻ പോകുന്നത്. കാരണം ഈ ഒരു ഫോൺ ശരിക്കും പറഞ്ഞാൽ റിലയൻസ് പ്ലസ് ജിയോൻ്റെ പാർട്ട്ണർഷിപ്പിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റം ആൻഡ്രോയിഡ് ഗോ OS ഈ ഒരു ഫോണിൽ ഉണ്ടാവും. നമ്മുടെ നോർമൽ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസിൽ വരുന്നത് നോർമൽ ആൻഡ്രോയിഡ് OS ആണ്. പക്ഷേ ആൻഡ്രോയിഡ് ഗോ ശരിക്കും പറഞ്ഞാൽ ഈ എൻട്രി ലെവൽ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസിന് വേണ്ടിയുള്ള ഒരു OS ആണ് ആൻഡ്രോയിഡ് ഗോ. ചുരുക്കി പറഞ്ഞാൽ ആൻഡ്രോയിഡ് OSൻ്റെ ഒരു ലൈറ്റ് വെർഷനാണ് ആൻഡ്രോയിഡ് ഗോ. ഈ ജിയോ ഫോൺ നെക്സ്റ്റിൻ്റെ ചില സ്പെഷ്യൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആണ് ഓബ്വിയസ്ലി ഇതിൽ ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോർ ഉണ്ടാവും. സോ KaiOSൽ ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോർ ഇല്ല, അവരുടെ ആപ്സ് ഉണ്ട്. പക്ഷേ ഇതിൽ പ്രോപ്പർ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ വോയിസ് അസിസ്റ്റൻ്റ് ഉണ്ടാവും. സോ മിക്കവാറും ഗൂഗിളിൻ്റെ വോയിസ് അസിസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ റീഡ് ഔട്ട് ദ ടെക്സ്റ്റിൻ്റെ ഒരു ഫീച്ചർ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ നമ്മൾ കാണുന്ന ടെക്സ്റ്റ് വായിച്ച് കേൾപ്പിക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാവും. ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ സപ്പോർട്ട് ഉണ്ടാവും. സ്മാർട്ട് ക്യാമറ വിത്ത് AR. സോ അതായത് അങ്ങനെ ഭയങ്കരമായ ഒരു ക്യാമറ സെറ്റപ്പ് ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ മോഡ്യൂളിലേക്ക് നമ്മൾ സൂം ഇൻ ചെയ്യുകയാണെങ്കിൽ അതിൽ 12 മെഗാപിക്സൽ എന്ന് എഴുതിയിട്ടുണ്ട്. സോ 12 മെഗാപിക്സലിൻ്റെ സിംഗിൾ റിയർ ക്യാമറയാണ് വരാൻ പോകുന്നത്. പക്ഷേ അതിൽ AR ഫീച്ചേഴ്സ് ഉണ്ടാവും. AR ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഫീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമറ സിസ്റ്റം ആയിരിക്കും. ഒരു സെൽഫി ക്യാമറയും വരുന്നുണ്ട്, മിക്കവാറും 5 മെഗാപിക്സൽ സെൽഫി ക്യാമറ ആയിരിക്കും. ഇതൊരു കോമ്പാക്ട് ഫോൺ ആയിരിക്കും. സോ തീർച്ചയായിട്ടും ഇതിൻ്റെ ഡിസ്പ്ലേ മിക്കവാറും 4.3 ഇഞ്ച് അല്ലെങ്കിൽ 4.5 ഇഞ്ചിൻ്റെ ഒരു TN പാനൽ അല്ലെങ്കിൽ ഒരു LCD പാനൽ ആയിരിക്കും. റിമൂവബിൾ ബാക്ക് കവറിൻ്റെ ഫീച്ചർ ഉണ്ടാവും. പിന്നെ ആ ഒരു ഫോട്ടോയിൽ താഴെ ബാക്ക് സൈഡിൽ സ്പീക്കറും കാണാൻ കഴിയുന്നുണ്ട്. സോ സ്പീക്കറും വരാൻ ചാൻസ് ഉണ്ട്. ഈ ഫോണിൻ്റെ മെയിൻ സെല്ലിംഗ് പോയിന്റ് ഈ ഫോണിൻ്റെ പ്രൈസ് ആയിരിക്കും. മുകേഷ് അംബാനി പറയുന്നതനുസരിച്ച് ഇത് മോസ്റ്റ് അഫോർഡബിൾ, അതായത് ഏറ്റവും വില കുറഞ്ഞ 4G സ്മാർട്ട് ഫോൺ ആയിരിക്കും ജിയോൻ്റെ ജിയോ ഫോൺ നെക്സ്റ്റ്. ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ 4G സ്മാർട്ട് ഫോൺ ആയിരിക്കും റിലയൻസ് ജിയോ ഫോൺ നെക്സ്റ്റ്. സോ ഈ ഫോണിൻ്റെ പ്രൈസ് മിക്കവാറും 2,999, 3,499. സോ 3,500 രൂപ അല്ലെങ്കിൽ 3,000 രൂപ ആയിരിക്കും. ചിലപ്പോൾ ഇൻട്രഡക്ടറി ഓഫറായിട്ട് 2,500 രൂപയിൽ വരാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ മേളിലേക്ക് പോകാൻ സാധ്യതയില്ല. കാരണം അതിൻ്റെ മേളിലേക്ക് പോവുകയാണെങ്കിൽ വേറെ ഒരുപാട് കമ്പനികളുടെ ലോക്കൽ കമ്പനീസിന് കുറേ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസ് ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ മിക്കവാറും മാക്സിമം 3,499 ആയിരിക്കും ഈ ഒരു ഫോണിൻ്റെ പ്രൈസ്. നമ്മളിപ്പോൾ 5G എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഏകദേശം 300 മില്യൺ എന്ന് പറയുകയാണെങ്കിൽ 30 കോടി ജനങ്ങൾ ഇപ്പോഴും 2G നെറ്റ്വർക്കാണ് യൂസ് ചെയ്യുന്നത്. അത് ബിലീവ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അത് ശരിയാണ്. 30 കോടി ആളുകൾ ഇപ്പോഴും 2G നെറ്റ്വർക്കാണ് യൂസ് ചെയ്യുന്നത്. അതായത് നോർമൽ ഫീച്ചർ ഫോണൊക്കെയാണ് അവർ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു യൂസർ ബേസിനെ 4G യൂസർ ബേസിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് ജിയോ ഇപ്പം ശ്രമിക്കുന്നത് ഈ ഒരു ഫോൺ വഴി. സോ വില കുറഞ്ഞ ഒരു ഫോൺ കിട്ടുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് 4Gയിലേക്ക് മാറാൻ കഴിയും. ഇനി ഇത്രയും ആളുകൾ 4Gയിലേക്ക് മാറുകയാണെങ്കിൽ മിക്കവാറും 4Gയുടെ ബാൻഡ് വിഡ്ത്ത് കുറയാൻ ചാൻസ് ഉണ്ടല്ലേ, നമ്മുടെ സ്പീഡൊക്കെ കുറയും, 4G സ്പീഡൊക്കെ കുറയും. അതിനുവേണ്ടി ജിയോ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ മാർച്ചിൽ വലിയ തോതിൽ അവർ 4G സ്പെക്ട്രം വാങ്ങിച്ചിരുന്നു.
വാങ്ങിച്ചിരുന്നു. ഏകദേശം 57,000 കോടി രൂപ കൊടുത്താണ് അവർ എക്സ്ട്രാ 4G സ്പെക്ട്രം വാങ്ങിച്ചത്. സോ തീർച്ചയായിട്ടും നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണ്. ഇതിൻ്റെ പ്രൈസ് നല്ല അഗ്രസീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും 4G നെറ്റ്വർക്കിലേക്ക്. ഈ ഒരു ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റ് September 10th ആണ്. നെക്സ്റ്റ് നമുക്ക് റിലയൻസ് ജിയോ 5Gൻ്റെ അപ്ഡേറ്റ്സ് അറിയാം. സോ മിസ്റ്റർ മുകേഷ് അംബാനി പറഞ്ഞൊരു സംഭവമാണ്, ഇന്ത്യയിലേക്ക് 5G വരുമ്പം അത് ജിയോ ആയിരിക്കും ഫസ്റ്റ് കൊണ്ടുവരാൻ പോകുന്നത്. അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ജിയോ വിൽ ബി ദ ഫസ്റ്റ് സർവീസ് പ്രൊവൈഡർ ടു ബ്രിങ് 5G ഇൻ ഇന്ത്യ. സോ അത് ശരിയാണെങ്കിൽ മിക്കവാറും ശരിയായിരിക്കും, കാരണം ഏറ്റവും ഫസ്റ്റ് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങിയതും ജിയോ ആയിരുന്നു. അതുമാത്രമല്ല ഇതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടല്ലോ, ഈ 5G നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി കുറേ ടവറും കുറേ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വേണ്ടി വരുമല്ലോ, ഇതൊക്കെ എല്ലാം മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. അതായത് നമ്മളിലേക്ക് ഈ 5G നെറ്റ്വർക്ക് എത്തിക്കാൻ വേണ്ടി ഇവർ യൂസ് ചെയ്യുന്ന ഇക്വിപ്മെൻറ്റും ഇൻഫ്രാസ്ട്രക്ചർ ടവറും മറ്റ് സംഭവങ്ങളൊക്കെ എല്ലാം മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. അതായത് ഇവിടെ തന്നെ ഡിസൈൻ ചെയ്ത് ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ഇക്വിപ്മെൻറ്റ്സ് ആണ് ഇവർ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ അതും ഒരു പ്ലസ് പോയിൻ്റ് ആണ്. റിലയൻസിൻ്റെ ട്രയൽസൊക്കെ നമ്മൾ കണ്ടിരുന്നു. കഴിഞ്ഞ വർഷം തന്നെ അതിൻ്റെ റിസൾട്ടൊക്കെ വന്നതാണ്. ഓൾമോസ്റ്റ് 1 Gbps സ്പീഡ് അവർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോഴും ഈയിടെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും 1 Gbps അവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ 5Gൻ്റെ കുറേ ഡേറ്റാ സെൻറ്റേഴ്സൊക്കെ പലയിടത്തും കാണും ഇന്ത്യയിൽ. പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, റിലയൻസ് ജിയോ സ്റ്റാൻഡ് അലോൺ ആൻഡ് നോൺ സ്റ്റാൻഡ് അലോൺ രണ്ടും നോക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി 5G ടെക്നോളജി ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അതിലെല്ലാം എക്സ്പ്ലനേഷൻ ഉണ്ട്, എന്താണ് ഈ സ്റ്റാൻഡ് അലോൺ, നോൺ സ്റ്റാൻഡ് അലോൺ, sub-6 GHz, അതൊക്കെ എല്ലാം അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ചെറിയൊരു ഞാൻ അതിൻ്റെ ഒരു സമ്മറി പറഞ്ഞുതരാം. സ്റ്റാൻഡ് അലോൺ എന്ന് പറയുമ്പം ഒരു ടവർ 5G മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, അതായത് സ്റ്റാൻഡ് അലോൺ. നോൺ സ്റ്റാൻഡ് അലോൺ അല്ലെങ്കിൽ NSA എന്ന് പറയുമ്പോൾ അതിൽ 4G ആൻഡ് 5G രണ്ടും ഉണ്ട്. അതായത് ഇപ്പം നിലവിലുള്ള 4G ടവേഴ്സിൽ മോഡിഫിക്കേഷൻ വരുത്തി അല്ലെങ്കിൽ അതിൽ പുതിയ ഇക്വിപ്മെൻ്റ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് ആ ഒരു ടവർ 5G എനേബിൾഡ് ആക്കും. സോ ഒരേ ടവറിൽ നിന്ന് 4G ആൻഡ് 5G സിഗ്നൽസ് രണ്ടും പോകും. 5G നെറ്റ്വർക്കിൻ്റെ ട്രെയിലറിലും പിന്നെ അതിൻ്റെ പരസ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ഭയങ്കര 5G സ്പീഡ് ഉണ്ടല്ലോ, അത് ബേസിക്കലി 5Gൻ്റെ സ്റ്റാൻഡ് അലോൺ ടവറിൽ നിന്നാണ് വരുന്നത്. നോൺ സ്റ്റാൻഡ് അലോൺ ടവറിൽ മോസ്റ്റ്ലി 6 GHz അല്ലെങ്കിൽ sub-6 GHz സ്പീഡ് നമുക്ക് കിട്ടുകയുള്ളൂ. എല്ലാ കമ്പനികളും NSA എന്തായാലും ചെയ്യും, കാരണം അവർക്ക് ഇപ്പോൾ എന്തായാലും ഒരു 4G ടവർ ഉണ്ടല്ലോ. എയർടെൽ ആണെങ്കിലും വോഡാഫോൺ ആണെങ്കിലും BSNL, ജിയോ, ഇവർക്ക് എല്ലാവർക്കും 4G ടവേഴ്സ് ഉണ്ട്. അതിലേക്ക് 5G കൂടെ അവർ ആഡ് ചെയ്യും. പക്ഷേ ജിയോ സ്റ്റാൻഡ് അലോൺ 5G ടവേഴ്സും നോക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ റേഞ്ച് ഒക്കെ കുറവാണ്. ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് മിക്കവാറും ഈ വർഷം ഒടുവിൽ ഇതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, 5G സ്പെക്ട്രത്തിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. ഒന്നെങ്കിൽ ഡിസംബർ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ ജാനുവരി ആയിരിക്കും. മിക്കവാറും ഡിസംബർ തന്നെ ആയിരിക്കുമെന്ന് പറയുന്നുണ്ട്. സോ അത് കഴിഞ്ഞ് ഫീൽഡ് ട്രയൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. സോ ഈ ഓപ്ഷന് മുൻപ് തന്നെ റിലയൻസ് എല്ലാ ടവറുകൾ 5Gയിലേക്ക് മാറ്റാൻ നോക്കുന്നുണ്ട്. ഇപ്പോഴും കുറേ 4G ടവേഴ്സ് അവർ 5Gയിലേക്ക് മാറ്റുന്നുണ്ട്. എന്തായാലും ഫസ്റ്റ് വരുമ്പോൾ ഇത് ടിയർ 1 സിറ്റീസിൽ മാത്രമേ വരുള്ളൂ. പിന്നെ ടിയർ 2 സിറ്റീസിലും ടിയർ 3 സിറ്റീസിലൊക്കെ വരും. അപ്പോൾ അതൊക്കെയാണ് റോൾ ഔട്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷേ 4G ആയതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സോ ജിയോ എന്ന കമ്പനിക്ക് 4G ടവേഴ്സ് പെട്ടെന്ന് നോൺ സ്റ്റാൻഡ് അലോൺ 5G ടവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ 5G പെട്ടെന്ന് തന്നെ വരും. സോ നമ്മൾ ചിന്തിച്ചതുപോലെ 2022 എൻഡ് അല്ലെങ്കിൽ 2023 അല്ല, അതിന് മുന്നേ തന്നെ വരാൻ ചാൻസ് ഉണ്ട് 5G. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, ലെറ്റ്സ് സീ. ഓക്കെ, വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യാം. ഓക്കെ, ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.